നമസ്കാരം. രാഷ്ട്രീയത്തിൽ ചില ചിത്രങ്ങൾ 1000 വാക്കുകളെക്കാൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. ചില ഹസ്തദാനങ്ങൾ ഒരു ഔപചാരികതയായി മാത്രം അവസാനിക്കും. എന്നാൽ ചില സ്വീകരണങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തും. കോഴിക്കോട് കോർപ്പറേഷനിലെ ചില ജനപ്രതിനിധികൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP മേയർക്കൊപ്പമുള്ള സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് പുതിയ രാഷ്ട്രീയ സന്ദേശങ്ങളാണോ അതോ വെറും പ്രോട്ടോകോൾ പാലനമാണോ ഇത് എന്ന ചോദ്യമാണ്. ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണങ്ങളും വിശദീകരണങ്ങളും ഉയർത്തുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം മാത്രം: ഇതൊരു സാധാരണ ഔദ്യോഗിക പരിപാടിയായിരുന്നു, അതോ അതിനപ്പുറമുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? അതാണ് ഇനി പരിശോധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP മേയർക്ക് നൽകിയ സ്വീകരണത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ചില ജനപ്രതിനിധികളുടെ സാന്നിധ്യം പുറത്തു വന്നതോടെയാണ് വിവാദം ശക്തമായത്. സംഭവത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉയർന്നു. ഒരു വിഭാഗം ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഔപചാരിക ഇടപെടൽ മാത്രമാണ് എന്ന് വിശദീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ആരോപിക്കുന്നു. കോർപ്പറേഷൻ പ്രതിനിധി സംഘം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയത് വിവാദത്തിലായി. മേയർ O സദാശിവൻ അടക്കമുള്ള കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രത്യേക സംഘം BJP മേയർ VV രാജേഷിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയതാണ് വിവാദമാകുന്നത്. മേയർ O സദാശിവനെ VV രാജേഷ് ഷാളണിച്ചു സ്വീകരിക്കുന്നതടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ CPM-ൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. LDF പ്രതിനിധികൾക്കൊപ്പം മുസ്ലിം ലീഗ് നേതാവ് SV മുഹമ്മദ് ഷമീൽ തങ്ങളും സ്വീകരണത്തിൽ പങ്കെടുത്തത് ലീഗിലും വലിയ ചർച്ചയായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കെതിരായ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF നീക്കത്തിന് കഴിഞ്ഞ ദിവസം CPM പിന്തുണ നൽകിയിരുന്നില്ല. ഇതിനിടെയാണ് കോഴിക്കോട് മേയർ അടക്കമുള്ളവർ തിരുവനന്തപുരത്തെത്തി BJP മേയറുടെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. കോർപ്പറേഷന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും തദ്ദേശ മന്ത്രിയെയും കാണാനാണ് സംഘം തിരുവനന്തപുരത്തേക്ക് പോയത്. ഇവരെ കണ്ടു മടങ്ങുന്നതിനിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തിയത്. മേയർ O സദാശിവൻ, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് BJP കൗൺസിലർ നവ്യ ഹരിദാസ്, CPM നേതാവ് K രാജീവ്, CPI നേതാവ് സാറ ജാഫർ, മുസ്ലിം ലീഗിൽ നിന്ന് SV ഷമീൽ തങ്ങൾ എന്നിവരാണ് സ്വീകരണം ഏറ്റുവാങ്ങിയ സംഘത്തിലുണ്ടായിരുന്നത്. മേയർ VV രാജേഷിന്റെ ക്ഷണമനുസരിച്ച് സംഘം പ്രഭാത ഭക്ഷണവും കഴിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാനുള്ള ക്ഷണവും VV രാജേഷ് നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മേയർ O സദാശിവൻ തയ്യാറായില്ല. മുൻ മേയർ ബീന ഫിലിപ്പ് മേയറായിരിക്കെ BJP അനുകൂല സംഘടനയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. തുടർന്ന് ബീന ഫിലിപ്പിനെ CPM ശാസിച്ചിരുന്നു. അതേസമയം ഈ സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി ഏതെങ്കിലും രാഷ്ട്രീയ ധാരണയോ രഹസ്യ കൂട്ടുകെട്ടോ നിലവിലുണ്ടെന്ന് നിഗമനത്തിലെത്താൻ പൊതുവായി ലഭ്യമായ തെളിവുകളില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളുടെ ഭാഗമായാണ് ഉയരുന്നത്. അവയെ സ്ഥിരീകരിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്നത് വരെ അവ ആരോപണങ്ങളായി തന്നെ കാണേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം UDF BJP സംഘർഷം ഉണ്ടായപ്പോൾ ബുദ്ധിപൂർവ്വം മാറി നിന്ന LDF BJPക്ക് ശക്തമായ പിന്തുണ പിന്നിൽ നിന്ന് നൽകുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷവും BJPയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി പകരും. പ്രത്യക്ഷത്തിൽ രണ്ടു ചേരിയിൽ നിൽക്കുന്നവരായി തോന്നിപ്പിച്ചുകൊണ്ട് അന്തർധാരയിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ സമവായത്തിലെത്തിയിട്ടുണ്ടെന്ന് പരസ്പരം പിന്തുണ നൽകുന്നുവെന്നും കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ നടന്നു വരികയാണ്. അതിന് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇടതുപക്ഷത്തിന്റെ ഓരോ നീക്കവും രാഷ്ട്രീയ കേരളത്തിൽ അതിനിർണായക ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്.